ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ പുകിലോട് പുകിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ നിരവധിയാണ്. മന്ത്രിസഭ അംഗീകരിക്കാത്ത വിഷയം ഉദ്യോഗസ്ഥ ഒപ്പിടുന്നത് നിയമവിരുദ്ധമാണ്. PM ശ്രീ MOU ഒപ്പിടാൻ വാസുകിക്ക് മുഖ്യമന്ത്രി കുറിപ്പ് നൽകിയോ? ക്യാബിനറ്റ് അംഗീകരിക്കാത്ത വിഷയം നിയമപരമായി നിലനിൽക്കില്ല എന്ന വിലയിരുത്തലാണ് CPI ഉള്ളത്. ഇത് ചോദ്യം ചെയ്ത് CPI കേസിന് പോയാൽ അത് പണിയാകും. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെയൊരു ചർച്ച നടന്നിട്ടേ ഇല്ല എന്ന് K രാജനൊക്കെ ആവർത്തിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അപ്പോൾ വാസുകി എങ്ങനെ ഡൽഹിക്ക് പോയി? ആരുടെ അനുമതിയോടുകൂടി ഈ MOUയിൽ ഒപ്പിട്ടു? അത് ഏറ്റവും പ്രധാനം സംസ്ഥാന മന്ത്രിസഭ തീരുമാനമെടുക്കാത്ത ഒരു വിഷയമാണ് PM ശ്രീ. അതിൽ മന്ത്രിസഭയുടെ അംഗീകാരമില്ലാത്ത ഒരു തീരുമാനമാണ് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വാസുകി IAS PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇത് ഏപ്രിൽ മാസത്തിൽ ഈ വിഷയം സംസ്ഥാന മന്ത്രിസഭയിൽ വന്നു. അന്ന് CPIയുടെ മന്ത്രിമാർ എതിർപ്പുന്നയിച്ചു. സംസ്ഥാന നിയമവകുപ്പിന്റെ നിയമോപദേശമുണ്ട്, ഇത് കേന്ദ്ര നയമാണ്, സംസ്ഥാനത്തിന്റെ നയത്തിന് വിരുദ്ധമാണ് തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ വന്നതാണ്. അപ്പോൾ വാസുകി IAS ഈ ഒപ്പിട്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ അതോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ രേഖാമൂലമുള്ള കുറിപ്പുണ്ടാകണം. കാരണം വാസുകി IASന് ഏകപക്ഷീയമായി അവർക്ക് സ്വന്തം നിലയിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവർ നിയമ നടപടി നേരിടേണ്ടി വരും. കാരണം ഈ വിഷയം കോടതി കയറി കഴിഞ്ഞാൽ അത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഒന്ന്, മന്ത്രിസഭ ഡെഫർ ചെയ്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. മന്ത്രിസഭ തീരുമാനമെടുക്കാത്തത്, അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ കൂട്ടായ തീരുമാനത്തിലൂടെ മന്ത്രിസഭയുടെ തീരുമാനം ഇല്ലാതെ ഒരു ഉദ്യോഗസ്ഥ എങ്ങനെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ പോകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയമടക്കം ഇപ്പോൾ CPI പരിഗണിക്കുകയാണ്. കാരണം ഇത് മുൻകാലത്ത് ഒരു കേസ് തന്നെയുണ്ട്. അത് ഗോവ സർക്കാർ മനോഹർ പരീക്കർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗോവ കേസിൽ, ബോംബെ ഹൈക്കോടതിയിലെ ഈ കേസിൽ കൃത്യമായും മന്ത്രിസഭയുടെ അംഗീകാരമില്ലാതെ ഒരു വിഷയം ഒരു എക്സിക്യൂട്ടീവ്, ഒരു ഉദ്യോഗസ്ഥ നടപ്പാക്കിയാൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ നടപ്പാക്കിയാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? നിയമപരമായി നിലനിൽക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നത് വിശദീകരിക്കുന്നുണ്ട്. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166(3) പ്രകാരം അത് നിയമവിരുദ്ധമാണ്, അത് ചട്ടവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് ഇവിടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗീകാരമില്ല. പ്രശാന്ത്, ഇപ്പം CPI മന്ത്രിമാർ ആവർത്തിച്ച് പറയുന്നുണ്ട് മന്ത്രിസഭയിലേക്ക് ഈ വിഷയം ചർച്ച ചെയ്ത് അങ്ങനെ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടേ ഇല്ല എന്ന്. അപ്പോൾ പൂർണ്ണ മന്ത്രിസഭയുടെ അനുമതി ലഭിച്ചിട്ടില്ല. അപ്പോൾ പ്രശാന്ത് പറഞ്ഞ പോലെ പിന്നെ എങ്ങനെ വാസുകി ഡൽഹിക്ക് പോയി? ഒറ്റയ്ക്ക് സ്വന്തം നിലയിൽ എന്തായാലും ഒപ്പിട്ടതല്ല. കാരണം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയാണല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രി അറിഞ്ഞെടുത്ത തീരുമാനമാണ്. അപ്പോൾ ഒരു സ്പെഷ്യൽ പെർമിഷൻ മന്ത്രിസഭയിലെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രി നൽകിയോ എന്നുള്ളതാണ് ഇനി ചോദ്യം. ഒരു സംശയമില്ലാത്ത കാര്യമാണ്, മന്ത്രിസഭയുടെ അംഗീകാരമില്ലാത്തത് തന്നെയാണ് PM ശ്രീ പദ്ധതിയിൽ MOU ഒപ്പുവയ്ക്കാനുള്ള തീരുമാനം എന്നത് മന്ത്രിസഭയുടെ അംഗീകാരമില്ലാത്ത കാര്യം തന്നെയാണ്. അത് CPIയുടെ മന്ത്രിമാർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഏപ്രിൽ മാസത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വേണ്ടി വച്ചിരുന്നതാണ്. കാരണം അതിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. കേന്ദ്രത്തിന്റെ നയം NEP, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും എന്നത് തന്നെയാണ് പ്രധാന തടസ്സം. മാത്രമല്ല, അതുകൊണ്ട് തന്നെ തമിഴ്നാട് മാതൃകയിൽ കോടതിയിൽ പോകാനുള്ള ആലോചന അടക്കം അന്നത്തെ യോഗത്തിൽ ഉണ്ടായതാണ്. അതിനുശേഷം ഒരു മന്ത്രിസഭാ യോഗത്തിലും ഈ വിഷയം വന്നിരുന്നില്ല. ഈ MOU ഒപ്പിടാനുള്ള തീരുമാനം സംസ്ഥാന മന്ത്രിസഭ എടുത്തിട്ടുമില്ല. അപ്പോൾ മന്ത്രിസഭ ഈ MOU ഒപ്പിടാനുള്ള തീരുമാനം ഒന്ന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെതായിരിക്കാം, വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാകാം, അതിന് മുഖ്യമന്ത്രിയുടെ അനുമതി കാണാം. മുഖ്യമന്ത്രി എന്ത് തന്നെയായാലും അതിന് മന്ത്രിസഭ തീരുമാനമല്ല അത് എന്നതാണ്. ഒരു നയപരമായ വിഷയത്തിൽ മന്ത്രിസഭയുടെ തീരുമാനം ഉണ്ടാകേണ്ടതായിരുന്നു, LDF തീരുമാനിക്കേണ്ടതായിരുന്നു. ആ തീരുമാനങ്ങളൊന്നും ഉണ്ടാകാതെ മന്ത്രിസഭ ഡെഫർ ചെയ്തിരിക്കുന്ന ഒരു വിഷയമാണ് ഏകപക്ഷീയമായി തീരുമാനിച്ചത് എന്ന കാര്യം വ്യക്തം. അതായത് ഇത് കോടതിയിലേക്ക് എത്തിയാൽ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, നിയമപ്രശ്നമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ അല്പസമയം മുൻപ് D രാജ മാധ്യമങ്ങളെ കണ്ടു. അവർ നിലപാടിൽ പിന്നോട്ടില്ല, ഈ MOUയിൽ നിന്ന് പിന്നോട്ട് പോകണം കേരളം എന്നുള്ളതാണ് D രാജ പറയുന്നത്. അതാണ് CPIയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ്. ഇപ്പോൾ നാളെ നിർണായകമായ യോഗമാണ്. പ്രകാശ് ബാബു ഒക്കെ പറയുന്നത് നാളെ അറിയാം ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ മന്ത്രിസഭാ തീരുമാനമില്ല, CPIയുടെ എല്ലാ എതിർപ്പിനെയും മറികടന്നാണ്. CPI ഇപ്പോൾ നമ്മൾ കേട്ടിരുന്നത് മുന്നണിയിൽ നിന്ന് പോകും, അതല്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാരെ പിൻവലിക്കും എന്നുള്ളതൊക്കെയാണ്. അതിനപ്പുറം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് CPIക്ക്. ആര്യ, ഇത് നാളെ CPIയുടെ എക്സിക്യൂട്ടീവ് ചേരാണ്. അപ്പോൾ CPIയുടെ സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിലെ ഗൗരവമായി പ്രശ്നമായി ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. അത് സംബന്ധിച്ച് അവരുടെ ആശങ്കകൾ പങ്കുവയ്ക്കുകയെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. CPI എക്സിക്യൂട്ടീവ് ചേരുമ്പോൾ
അതിനു മുൻപ് ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെ CPM-നും CPI-ക്കും ഒരു ധാരണയിലേക്ക് എത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവരെ CPI അനുനയിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇന്നിപ്പോൾ നിർണായകമായ CPM ഉഭയകക്ഷി ചർച്ച നടക്കുമെന്നാണ് രാവിലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് വരും മണിക്കൂറുകളിൽ കടക്കുമോ എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം CPI എക്സിക്യൂട്ടീവിലെത്തി, എക്സിക്യൂട്ടീവ് വിശാലമായ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനിയിപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് മന്ത്രിമാർ പിൻവലിക്കണം എന്നടക്കമുള്ള തീരുമാനങ്ങൾ എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനമൊക്കെ എത്തുകയാണെങ്കിൽ അത് കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം LDF-ൽ രൂപക്കൊള്ളും എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഈ വിഷയം ഇത് കേന്ദ്രത്തിന്റെ സംഘപരിവാർ അജണ്ട അടിച്ചേൽപ്പിക്കുകയാണ്, ദേശീയ വിദ്യാഭ്യാസ നയം എന്ന രാഷ്ട്രീയ വിഷയം ഉയർത്തിയാണ് ഇതിനെ എതിർക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേന്ദ്രത്തിന്റെ പണം കിട്ടാൻ വേണ്ടി ഈ നയത്തിൽ വെള്ളം ചേർക്കുന്നു എന്ന വിഷയമാണ് CPI പരസ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി കാണാനായി CPIയുടെ ഓഫീസിലെത്തിയപ്പോൾ CPI നേതാക്കൾ പ്രധാനമായി മന്ത്രിമാരടക്കം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇപ്പോൾ ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ പ്രചാരണ വേളയിൽ ഇത് BJPക്ക് ഉപയോഗിക്കാൻ കിട്ടിയ ഒരു വലിയ ആയുധമാറി. സംസ്ഥാനത്ത് തന്നെ K. സുരേന്ദ്രനെ പോലുള്ള BJPയുടെ നേതാക്കൾ ഇവിടെ ഗോഡ്സെയുടെ വിഷയവും ഗാന്ധിയെ വധിച്ചത് അടക്കമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കും എന്ന് പറയുകയാണ്.